السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. സൂറത്തുൽ ജുമുഅയിലെ 4 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. അതിൽ പ്രധാനമായും ആദ്യവചനത്തിൽ തഫ്ഖീം തർക്കീഖിൻ്റെ പ്രത്യേകതകൾ വേർതിരിഞ്ഞുള്ള കൃത്യമായ അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ മറ്റ് അഹ്കാമുകൾ ഉന്നത്തും മദ്ദുമായി ബന്ധപ്പെട്ടതൊന്നും ഇല്ലെങ്കിലും ആയത്ത് അവസാനിക്കുന്നിടത്തുള്ള മദ് ആരിദ് സുക്കൂൻ ജായിസായ ദീർഘമാണ്. രണ്ടാമത്തെ വചനത്തിൽ ഉമ്മീൻ എന്ന പദത്തിലെ മീം മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലം മിൻഹും തൻവീൻ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കണം, ലയിപ്പിച്ച് മണിക്കുക. മിൻ ഹും എന്നതിലെ സാക്കിനായ നൂനും സാക്കിനായ മീമും രണ്ടും ഇൽഹാർ. നൂന് ഇൽഹാർ ഹൽക്കി, മീം ഇൽഹാർ ഷഫവി. അലൈഹിം യുസക്കീഹിം, ഈ മീമുകളും ഇൽഹാർ ഷഫവി നൽകണം. ഇൻ കാനു മിൻ ഖബ്ലു, ഈ രണ്ട് പദത്തിലും സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. കാഫിൻ്റെ മുമ്പിൽ ഇസ്തിഫാൽ തർക്കീഖാണ്, നൂനിനും തർക്കീഖ് തന്നെ. എന്നാൽ ഖാഫിൻ്റെ മുമ്പിൽ നൂനിൻ്റെ മണിക്കലിൽ തഫ്ഖീം ഉണ്ടാവണം. മിൻ ഖബ്ലു. ളലാലിം മുബീൻ, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിക്കണം. ലം മിൻഹും വീണ്ടും വരുന്നു ഇൽഹാർ ഹൽക്കി. ലമ്മ യൽഹഖു ബിഹിം, അവിടെ ഷദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബിഹിം ഇൽഹാർ ഷഫവി, സാക്കിനായ മീമിനെ ഇൽഹാർ ചെയ്ത് വെളിവാക്കി ഉച്ചരിക്കുക, മണിക്കാതെ. ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അവിടെ സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ദീർഘം 6 ഹർക്കത്ത് വരെ നൽകാവുന്നതാണ്. ഇഷ്ബാ മൻ യശാ. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പ്രധാനമായും അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും അതിന് നൽകപ്പെടേണ്ടതായ സുപ്രധാനമായ 2 സിഫത്തുകളായ തഫ്ഖീം തർക്കീഖ്, ഇസ്തിഅല ഇസ്തിഫാൽ, ഇത് സൂക്ഷിച്ചുകൊണ്ടും മറ്റു സിഫത്തുകളും ശ്രദ്ധിച്ചുകൊണ്ടും ഓതേണ്ടതാണ്. കൂടുതൽ മഖാരിജ് സിഫാത്തുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹു തആല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ജുമുഅയിലെ 5, 6, 7 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്.
ആദ്യം ഈ ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. അഞ്ചാമത്തെ വചനത്തിൽ ഹുമ്മിലു സുമ്മ ഈ രണ്ട് പദത്തിലും വന്ന മീം മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലം യഹ്മിലൂഹ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അസ്ഫാറ ഇവിടെ വഖഫ് ചെയ്യാതെ ചേർത്തോതുകയാണെങ്കിൽ അസ്ഫാറൻ ബിസ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലത്തിൽ സാക്കിന മീം ബായിന് മുമ്പിൽ വരുമ്പോൾ നൽകേണ്ടതായ ഇഖ്ഫ ഷഫവി എന്ന നിയമമനുസരിച്ച് അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. അസ്ഫാറൻ ബിസ. ഈ വചനത്തിൽ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്നതായ തഫ്ഖീമും തർക്കീഖും സൂക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ്. التوراة أسفارا القوم الظالمين. القوم രണ്ട് തവണ വന്നിട്ടുണ്ട്. الظالمين ഇതിൽ ഈ അക്ഷരങ്ങളെയൊക്കെയും ഈ പദങ്ങളിൽ വന്നിട്ടുള്ള തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് പെരുപ്പിച്ച് ഉച്ചരിച്ച് പാരായണം ചെയ്യണം. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം അലിഫ് വരുമ്പോൾ അലിഫിനും തഫ്ഖീം ഉണ്ടായിരിക്കും. അദ്ദാലിമീൻ എന്നതിൽ പറഞ്ഞതുപോലെ, അഥവാ അലിഫ് തഫ്ഖീമിലും തർക്കീഖിലും അക്ഷരങ്ങളെ പിന്തുടരുന്നതാകുന്നു. അപ്പോൾ തഫ്ഖീമിൻ്റേതല്ലാതെ ശേഷിക്കുന്ന എല്ലാ അക്ഷരങ്ങൾക്കും ഈ വചനത്തിൽ തർക്കീഖ് നൽകി നേർപ്പിച്ച് ഉച്ചരിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. തഫ്ഖീം എന്നാൽ പെരുപ്പിക്കൽ, തർക്കീഖ് എന്നാൽ നേർപ്പിക്കൽ എന്നർത്ഥം. അടുത്ത വചനത്തിൽ യാ അയ്യുഹ ഹാദൂഇൻ ഈ രണ്ട് ദീർഘങ്ങളും മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘങ്ങളാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ഇവിടെ ദീർഘാക്ഷരവും ശേഷം ഹംസയും രണ്ട് പദങ്ങളിലായി വേർപിരിഞ്ഞു എന്നതാണ് ഈ പേര് വരാൻ കാരണം. ഇൻ സഅംതും ഇൻ എന്ന സകിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇൻ സഅംതും. അപ്പോൾ അവ്യക്തമാക്കുക നൂനിനെ, എന്നിട്ട് മണിക്കുക. നൂനിൻ്റെ മഖ്റജിൽ നാവ്
പൂർണ്ണമായും ടച്ച് ചെയ്യിക്കാതെ അവിടെ അമർത്തി വെക്കാതെ അല്പം നാവിനെ അകത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കലാണ്. അതാകുന്നു ഇഖ്ഫാ, അവ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ. സഅംതും, സഅംതും, രണ്ട് സാക്കിനായ മീമ് വന്നു ഈ പദത്തിൽ. രണ്ടും തന്നെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അന്നക്കും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിന മീം ഇൽഹാർ ഷഫവി തന്നെ മണിക്കാതെ വെളിവാക്കുക. ഔലിയാഉ, ഇതിൽ വന്ന ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമായ ദീർഘമാണ്. ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി ചേർന്ന് വന്നിരിക്കുകയാണ്. ചേർന്ന് വന്നത് എന്ന അർത്ഥത്തിലുള്ള മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ, ചേർന്ന് വന്ന ദീർഘം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നൽകൽ, ദീർഘം നൽകൽ നിർബന്ധമാകുന്നു. മിൻ ദൂനി, ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനിന്നാസ്, അന്നാസ് എന്ന പദത്തിലെ ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. വീണ്ടും ഫതമന്നൗ, അവിടെയും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻ കുൻതും, രണ്ട് സാക്കിനായ നൂനും ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കുൻതും എന്ന സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വീണ്ടും വലാ യതമന്നൗനഹു, ഷദ്ദ് നൽകപ്പെട്ട നൂൻ, നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക 2 ഹറക്കത്തിൻ്റെ അളവിൽ. അബദൻ ബിമ, അതുപോലെ അലീമുൻ ബിദ്ദാലിമീൻ, ഈ 2 പദത്തിലും തൻവീനിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റി മണിക്കണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. ഈ സൂചനയായിക്കൊണ്ട് മുകളിൽ ചെറിയ മീം എഴുതപ്പെട്ടിരിക്കുന്നു. ഫലത്തിൽ സാക്കിനായ മീമിന് നൽകുന്നതായ വിധി ഇഖ്ഫാ ഷഫവി അവ്യക്തമാക്കി മണിക്കുക. അബദൻ ബിമ അലീമുൻ ബിദ്ദാലിമീൻ. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. പൊതുവിൽ തഫ്ഖീം തർക്കീഖിനെ പെരുപ്പിക്കലും നേർപ്പിക്കലും അക്ഷരങ്ങൾക്ക് നൽകിക്കൊണ്ട് കൃത്യമായി തെറ്റുകൂടാതെ ഉച്ചരിച്ച് പാരായണം ചെയ്യുക. ഒരിക്കൽ കൂടി നമുക്ക് ഓതാം. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين